പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അനുഗ്രഹവെള്ളിയാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മദിനം 8-ാം തീയതി ആണെങ്കിലും നമ്മൾ ഈ അനുഗ്രഹവെള്ളിയിൽ 5-ാം തീയതി തന്നെ ആഘോഷിക്കുകയാണ്. അമ്മയുടെ ജന്മദിനത്തിന് വേണ്ടി ഒരു മാസം നമ്മൾ ഒരുങ്ങി. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ജപമാലകളുടെ എണ്ണം എഴുതിക്കൊണ്ട് വരണം. അച്ഛന് പേപ്പർ തന്നിട്ടുണ്ടല്ലോ, മറക്കരുത്. അതുപോലെ തന്നെ അമ്മയുടെ ജന്മദിനത്തിന് വലിയൊരു സമ്മാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. പാവപ്പെട്ട യുവതികളുടെ വിവാഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഇന്ന് സാരി സമർപ്പണമുണ്ട്, പൈസ സമർപ്പണമുണ്ട്, പൊന്ന് സമർപ്പണമുണ്ട്. മറക്കരുത്, പാവപ്പെട്ട മക്കളെ സഹായിക്കുവാൻ അമ്മയുടെ ജന്മദിനത്തിന് നമുക്ക് സാധിക്കണം. ഒപ്പം അനുഗ്രഹവെള്ളിയുടെ ഈ മാസം നിയോഗം വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ മക്കളും കടന്നു വരണം. അപ്പുറമായിട്ടും എല്ലാ തരത്തിലും വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കുന്ന ഒരു ദിവസമാണ് ഇന്നെങ്കിൽ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരും കാവൽത്തായ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മുടെ സർവ്വ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രിയമുള്ളവർ, ഇതാ വാഗ്ദത്തം. ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാം. ഇതാ നിങ്ങൾ സമർപ്പിച്ച നിയോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ പക്കലേക്ക് അച്ഛൻ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, മറക്കരുത്, ഇന്ന് ആദ്യ വെള്ളിയാണ്. വാഗ്ദത്തം എടുക്കുവാനും പുതുക്കുവാനുള്ള ദിവസമാണ്. 5 നിയോഗം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. അത് സമർപ്പിച്ചുകൊണ്ട് 5 നിയോഗത്തോണ്ട് എല്ലാവർക്കും വാഗ്ദത്തം എടുക്കാൻ സാധിക്കും. അപ്പോൾ വാഗ്ദത്തം പുതുക്കുവാനും സാധിക്കും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിക്കുന്ന സർവ്വ മക്കൾക്കും ഇന്ന് ഗാകുൽത്ത വചന കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നീ കൃപ കൊടുക്കണമേ. ആഗ്രഹം ഉണ്ടായിട്ടും വരാൻ പറ്റാത്ത മക്കളെ നീ ഗാകുൽത്തായി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അമ്മയുടെ മധ്യസ്ഥയിൽ വരുന്ന സകല മക്കൾക്കും അനുഗ്രഹം ഭാവിക്കാൻ തക്ക തരത്തിൽ ശുശ്രൂഷകളെ ക്രമപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.